നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഗോവയിൽ നടക്കുന്ന സൗത്ത് സോൺ നാഷണൽ സോഫ്റ്റ്ബോൾ ടൂർണമെന്റിൽ സെലക്ഷൻ ലഭിച്ച കേരള ടീം അംഗം അഞ്ജന ജീവൻ പ്രസാദിനെ ആദരിച്ചു. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC ബാച്ചിന്റെ ക്യാമ്പിംഗ് സെറമണി പ്രൗഢമായി. 2025-26 വർഷത്തെ 8ാം ക്ലാസ് SPC ബാച്ചിന്റെ ക്യാമ്പിംഗ് സെറമണിയാണ് നടന്നത്. LDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 18, 19, 20, 21 തീയതികളിൽ മണ്ഡലത്തിൽ വികസന സന്ദേശ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. ഗോവയിൽ നടക്കുന്ന സൗത്ത് സോൺ നാഷണൽ സോഫ്റ്റ്ബോൾ ടൂർണമെന്റിൽ സെലക്ഷൻ ലഭിച്ച കേരള ടീം അംഗം അഞ്ജന ജീവൻ പ്രസാദിനെ ആദരിച്ചു. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. അഞ്ജനയുടെ വസതിയിൽ വെച്ചായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ഉപഹാരം സമ്മാനിച്ചു. ഗോവയിൽ വെച്ച് നടക്കുന്ന 22ാമത് സീനിയർ നാഷണൽ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ, സൗത്ത് സോൺ സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീം പങ്കെടുക്കുന്ന കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട അഞ്ജന ജീവൻ പ്രസാദിന് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ആദരിക്കുകയാണ്. ഏറെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടിയാണ് ഇന്ന് ഈ ഉപഹാരം സമർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഈ കേരള ടീമിലേക്ക് സെലക്ഷൻ ആകെ ലഭിച്ചത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ അഞ്ജന പ്രസാദിനാണ്. തീർച്ചയായും കേരള ടീം ഗോവയിൽ നമ്മളുടെ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ അഞ്ജനയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം ചെയർമാനും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ M. സുജിത് കുമാർ അധ്യക്ഷനായി. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ നാടിന് അഭിമാന താരമായി മാറിയ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏക സോഫ്റ്റ്ബോൾ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച നമ്മുടെ 19ാം വാർഡിലെ അഞ്ജന ജീവൻ പ്രസാദിന് ഇന്നിവിടെ രാജീവ് ഗാന്ധി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ആദരവ് ഇവിടെ വെച്ച് നൽകുകയാണ്. നമുക്കേറെ അഭിമാനമുണ്ട്. നമ്മുടെ ചേർപ്പിൽ നിന്നും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും അഞ്ജന പ്രസാദ് കേരളത്തിൻ്റെ ഭാഗമായി കേരള ടീമിലേക്ക് കടന്നു വന്ന് സോഫ്റ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ വലിയ വിജയം നേടാൻ വേണ്ടി പോവുകയാണ്. ഈ അഞ്ജന പ്രസാദിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ നേരുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ്, സഹകരണ ബാങ്ക് ഡയറക്ടർ PJ എഡിസൺ, പ്രവീൺ ആഞ്ചേരി, സലീം അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ബാച്ചിന്റെ ക്യാമ്പിംഗ് സെറമണി പ്രൗഢമായി. 2025-26 വർഷത്തെ 8ാം ക്ലാസ് SPC ബാച്ചിന്റെ ക്യാമ്പിംഗ് സെറമണിയാണ് നടന്നത്. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2025-26 8ാം ക്ലാസ് SPC ബാച്ചിന്റെ ഔപചാരിക ചടങ്ങായ ക്യാമ്പിംഗ് സെറമണിക്ക് ചേർപ്പ് സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MS അലക്സി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാടിനെ, നമ്മുടെ സമൂഹത്തിന് മാതൃകാപരമായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതോടൊപ്പം തന്നെ
ഈ സ്കൂളിന്റെ പേര് എത്രത്തോളം നിലനിർത്താൻ പറ്റുമോ അത്രത്തോളം നിലനിർത്തണം എന്ന രീതിയിൽ തന്നെ ഏറ്റവും മാന്യമായിട്ടുള്ള തീരുമാനങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ധരിക്കാൻ പോകുന്ന തൊപ്പി ഒരു നേർപോക്കായിട്ടൊന്നും കാണരുത്, വളരെ ഗൗരവത്തോടുകൂടി തന്നെ കാണണം. നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുള്ള സുബിന്ദ് സാറ് ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല സേവകയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്യാമ്പ് സ്വീകരിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. കാരണം ഞാൻ സാറിനോടൊപ്പം പ്രകടനമായിട്ട് ഉണ്ടാവാറുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് സാറിനെ കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ സാറിനൊപ്പം സാറിനെ ക്യാമ്പ് കിട്ടുക പറയുന്നത് വലിയ സന്തോഷം. ഹെഡ് മിസിസ് കെ ജില്ലി ജോസ്, SMC ചെയർപേഴ്സൺ PA ഷമീർ, കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ ഡോക്ടർ CM ഷംല, ACPO PK തുഷാര, PTA MPTA SMC OSA അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. LDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 18, 19, 20, 21 തീയതികളിൽ മണ്ഡലത്തിൽ വികസന സന്ദേശജാഥ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. LDF ഒല്ലൂർ നിയോജക മണ്ഡലം വികസന സന്ദേശജാഥയിൽ ഒല്ലൂരിന്റെ MLAയും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയുമായ K രാജൻ ക്യാപ്റ്റനായും LDF നിയോജക മണ്ഡലം സെക്രട്ടറിയും CPI മണ്ണുത്തി ഏരിയ സെക്രട്ടറിയുമായ MS പ്രദീപ് കുമാർ ജാഥ മാനേജറുമായി നേതൃത്വം നൽകും. ഘടകകക്ഷി നേതാക്കളായ PD റെജി, ജോസ് മുതുകാട്ടിൽ, ഷിജു കീടായി, CV ജോസൂട്ടി, ഷാജൻ ജോസ്, നിഷാദ് അമ്പലത്ത് എന്നിവർ പങ്കെടുക്കും. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 2350 കോടി രൂപയുടെ വികസനം സാധ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനും MLAയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. പുതിയ ബജറ്റിലൂടെ 117.70 കോടി രൂപയുടെ പദ്ധതികൾ കൂടി ഇടതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നാടിനെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച കാലഘട്ടമാണ് ഈ 10 വർഷത്തിലൂടെ ഒല്ലൂർ ജനത അനുഭവിച്ചത്. 40,000 പേർക്കാണ് ഈ സർക്കാർ ഒല്ലൂർ മണ്ഡലത്തിൽ മാത്രം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത്. ഇത് മുടങ്ങാതിരിക്കാൻ ഇടത് ഭരണം തുടരണം. പഠനം കഴിഞ്ഞ് തൊഴിലിനായി തയ്യാറെടുക്കുന്നവരും നൈപുണ്യ പരിശീലനം നേടുന്നവരുമായ യുവജനങ്ങൾക്ക് കൈത്താങ്ങായി ആവിഷ്കരിച്ച 1000 രൂപയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, വനിതകളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ആസൂത്രണം ചെയ്ത് പ്രതിമാസം 1000 രൂപ വീതം ഉറപ്പാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി തുടങ്ങിയവയെല്ലാം സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷത്തിലുണ്ടായ വികസന മുന്നേറ്റത്തിന്റെ അടയാളങ്ങളാണെന്നും ഒല്ലൂരിന്റെ സമസ്ത തലങ്ങളിലും ഈ അടയാളങ്ങൾ കാണാനാകുമെന്നും നേതാക്കൾ പറഞ്ഞു. വികസന സന്ദർശയാത്ര ഈ മാസം 18, 19, 20, 21 തീയതികളിലായി മണ്ഡലത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. സ്ഥലം MLA അഡ്വക്കേറ്റ് K രാജൻ ക്യാപ്റ്റനും LDFിന്റെ മണ്ഡല സെക്രട്ടറി MS പ്രദീപ് കുമാർ മാനേജറുമായിട്ടുള്ള വിവിധ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തുകൊണ്ടുള്ള ജാഥയാണ് ആ ദിവസം സംഘടിപ്പിക്കുന്നത്. 10 വർഷക്കാലം ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വിപുലമായ വികസന പ്രവർത്തനങ്ങളുടെ ഒരു സന്ദേശം ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക, ആളുകളിലേക്ക് എത്തിക്കുക എന്ന് ലക്ഷ്യമിച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി മണ്ഡലത്തിൽ ആളുകൾ. പുതിയ ബജറ്റ് നിർദ്ദേശത്തിലാണെങ്കിൽ 137 കോടി രൂപയോളം പുതിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ പുതിയ ബജറ്റ് നിർദ്ദേശമായി അനുവദിക്കപ്പെട്ടുള്ളതാണ്. അത് ഈ മണ്ഡലത്തിന്റെ എല്ലാ മേഖലയിലും സ്പർശിച്ചു പോകാവുന്ന വികസനം നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം 5 ലക്ഷത്തിനടുത്ത് കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ K രാജൻ മണ്ഡലത്തിലെ ഭൂമിയില്ലാത്തവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി. ഒല്ലൂരിലെ 2243 കുടുംബങ്ങൾക്കാണ് മലയോര പട്ടയത്തിലൂടെ പട്ടയം ലഭ്യമാക്കിയത്. ഇത് റെക്കോർഡ് ചരിത്രമാണ്. 5 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഒളകര ഉന്നതിയിലെ 44 ആദിവാസി കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റി. ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നടത്തുന്ന വികസന സന്ദേശജാഥ ചിയാരം, നെടുപുഴ, മരോട്ടിച്ചാൽ, മാന്നാമംഗലം, പുത്തൂർ, മരത്താക്കര, വളർക്കാവ്, വിലങ്ങന്നൂർ, കണാറ, ചേരുംകുഴി, വലക്കാവ്, മൂർക്കനിക്കര, നടത്തറ, പൂച്ചട്ടി, വാണിയമ്പാറ, പട്ടിക്കാട്, മണ്ണുത്തി, ചിറക്കാക്കോട്, കട്ടിലപ്പൂവൻ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകും. വാർത്താസമ്മേളനത്തിൽ MS പ്രദീപ് കുമാർ, ജോസ് മുതുകാട്ടിൽ, PD റെജി, വോഗീസ് കണ്ടംകുളത്തി എന്നിവർ പങ്കെടുത്തു. 2026 കേരള നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് ജില്ലയിലും തുടക്കമാകുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനം പൊതുജനങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുന്നതിനായി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും EVM ഡെമോൺസ്ട്രേഷൻ വാഹനം പ്രചരണം നടത്തും.
വോട്ട് രേഖപ്പെടുത്തേണ്ട വിധം കൃത്യമായി മനസ്സിലാക്കുന്നതിനും വോട്ടർമാർക്കിടയിൽ അവബോധവും സൃഷ്ടിക്കുന്നതിനാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടർ EVM ഡെമോൺസ്ട്രേഷൻ വാഹനങ്ങൾ ജില്ലാ കലക്ടറേറ്റിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് കലക്ടർ, ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ, EROമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ വാഹനങ്ങൾ ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും പ്രചാരണം നടത്തും. LDF കയ്പമംഗലം മണ്ഡലത്തിൽ E.T. ടൈസൺ MLA നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി. മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടത്തിരുത്തി കുട്ടമംഗലത്ത് നിന്ന് ആരംഭിച്ച ജാഥ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. AV സതീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ, മുഹമ്മദ് ചാമക്കല, KB ഹൈദ്രോസ്, ജാഥ വൈസ് ക്യാപ്റ്റൻ KV രാജേഷ്, മാനേജർ TK രമേശ് ബാബു, KK ആബിദലി, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PM അഹമ്മദ്, KC ശിവരാമൻ, CB അബ്ദുൽ സമദ, PK ഷാജു, മഞ്ജുള അരുണൻ, ഷീന വിശ്വൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടിവെള്ള വിതരണ പൈപ്പിടാൻ വേണ്ടി പൊളിച്ച ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ മാസങ്ങളായുള്ള ദുരിതയാത്രയ്ക്ക് പരിഹാരമില്ല. റോഡ് ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചളിങ്ങാട് റോഡ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒറ്റത്തൈ സെന്ററിൽ ഉപരോധ സമരം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PMA ജബ്ബാർ സമരം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PA അനസ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ CJ പോൾസൺ, KF ഡൊമിനിക്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുരേഷ് കൊച്ചുവീട്ടിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ശ്രീജിത്ത്, സന്ധ്യ രവീന്ദ്രൻ, നേതാക്കളായ PA ഗഫൂർ, ജിനൂബ് അബ്ദുറഹ്മാൻ, CA അബ്ദുൽ ഖാദർ, പ്രവിത ഉണ്ണികൃഷ്ണൻ, നാസർ ചളിങ്ങാട്, PK ഷൌക്കത്ത് അലി, കണ്ണൻ നായർ, TK ഉമ്മർ, KS ഷുഹൈൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കയ്പമംഗലം ഏരിയ കൺവെൻഷൻ നടത്തി. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KR പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബിന്ദു ഷാജി പ്രാർത്ഥന റിപ്പോർട്ടും ട്രഷറർ ഷൈല സുലാൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KK ഗോപാലകൃഷ്ണൻ, സിനി രമേശ്, അമൃത മോഹൻലാൽ, EV മോഹനൻ, EP ജെയിംസ്, സിന്ധു സുനിൽ എന്നിവർ സംസാരിച്ചു. തൃത്താല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച AKTA അംഗങ്ങളായ ഗീത മോഹൻദാസ്, നൌമി പ്രസാദ്, ശോഭന ഷൺമുഖൻ, രശ്മി പ്രമേശ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച മെമ്പർഷിപ്പ് പ്രവർത്തനം കാഴ്ചവെച്ച ഇടമുട്ടം യൂണിറ്റിന് അനുമോദനം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,460 രൂപ, പവന് 1,15,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഗോവയിൽ നടക്കുന്ന സൗത്ത് സോൺ നാഷണൽ സോഫ്റ്റ്ബോൾ ടൂർണമെന്റിൽ സെലക്ഷൻ ലഭിച്ച കേരള ടീം അംഗം അഞ്ജന ജീവൻ പ്രസാദിനെ ആദരിച്ചു. രാജീവ് ഗാന്ധി സംഘടന നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നൽകിയത്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ SPC ബാച്ചിന്റെ ക്യാമ്പിംഗ് സെറമണി പ്രൗഢമായി. 2025-26 വർഷത്തെ 8ാം ക്ലാസ് SPC ബാച്ചിന്റെ ക്യാമ്പിംഗ് സെറമണിയാണ് നടന്നത്. LDF ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 18, 19, 20, 21 തീയതികളിൽ മണ്ഡലത്തിൽ വികസന സന്ദേശ ജാഥ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.